കുറെ സാമൂഹിക വിരുദ്ധർ ചേർന്ന് തൃശൂർ ജില്ലയിൽ ഒരു കുന്നിനെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റുകയാണ്. ഇത് വെറും കുന്നല്ല, പ്രാചീന ശിലായുഗത്തിന്റെ സ്മാരകങ്ങളായ മുനിയറകൾ നിൽക്കുന്ന പ്രദേശമാണ്. മാത്രവുമല്ല, സംരക്ഷിച്ചു നിർത്തേണ്ടതെന്ന് പുരാവസ്തു വകുപ്പ് പ്രഖ്യാപിച്ച സ്ഥലവുമാണ്. പക്ഷേ മാഫിയകൾ കുന്നിടിച്ചു കൊണ്ടുപോകുമ്പോഴും പഞ്ചായത്തോ പോലീസോ പുരാവസ്തു വകുപ്പോ അനങ്ങുന്നില്ല. തൃശൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മുപ്പിളിയത്തിനടുത്താണ് മുനിയാട്ടുകുന്ന്. ഏതാണ്ട് 550 ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്തെ 1937 സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥത വനം വകുപ്പിനാണോ റവന്യൂ വകുപ്പിനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുനിയാട്ടുകുന്നിൽ അങ്ങിങ്ങായി മുനിയറകൾ നിൽക്കുന്നു. 4 വർഷം മുമ്പ് ഇവിടെ 11 മുനിയറകൾ ഉണ്ടായിരുന്നു. ഇന്നുള്ളതാകട്ടെ ഒരെണ്ണം മാത്രവും. മറ്റുള്ളവയുടെ തകർത്ത ഭാഗങ്ങൾ കാണാം. പ്രാചീനകാലത്തെ മനുഷ്യർ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത അറകളാണ് മുനിയറകൾ. പലക പോലുള്ള പാറകൾ 4 വശത്തും വച്ച് അതിനു മുകളിൽ മറ്റൊരു പാറ എടുത്തു വച്ചാണ് മുനിയറകൾ ഉണ്ടാക്കുന്നത്. പണ്ടുകാലത്ത് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് മുനിയറകൾ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ആ ചരിത്രപരമായ സ്മാരകങ്ങൾ, മഹാശിലാവശിഷ്ടങ്ങളായ മുനിയറകൾ സംരക്ഷിക്കാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇന്നത്തെ സ്ഥിതി തുടർന്നാൽ മുനിയാട്ടുകുന്ന് 10 വർഷം പോലും നിലനിൽക്കില്ല. കുന്നിലേക്ക് കയറി ചെന്നാൽ അഗാധമായ ഗർത്തങ്ങളാണ്. ഒരു കാലത്ത് തലയുയർത്തി നിന്നിരുന്ന കരിമ്പാറക്കെട്ടുകളുടെ ശവപ്പറമ്പാണ് ഈ ഗർത്തങ്ങൾ. മാഫിയകളെ പേടിച്ച് അതിനടുത്തേക്ക് ചെല്ലാൻ ആരും ധൈര്യപ്പെടില്ല. ഈ കുന്നിൻ്റെ പല ഭാഗത്തായി 29 കരിങ്കൽ ക്വാറികളുണ്ട്. ഇവയ്ക്ക് ആരാണ് അനുമതി കൊടുത്തതെന്ന് പഞ്ചായത്തിന് പോലും അറിയില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്. പുരാവസ്തു പ്രാധാന്യമുള്ള ഒരു പ്രദേശത്തിന് ചുറ്റും പാറമടകൾ അനുവദിക്കുക ഒരു നിയമത്തിലും സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏത് വിധേനയാണ് മുനിയാട്ടുകുന്ന് ഈ വിധത്തിൽ 29ഓളം പാറമടകൾ പ്രവർത്തിക്കുന്ന, ഓരോ 2 മിനിറ്റിലും ഒരു ടിപ്പർ വീതം പാറമണലോ മണ്ണോ കല്ലോ കയറ്റി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വലിയ തോതിലുള്ള അവബോധങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുന്നിൻ്റെ ചില ഭാഗങ്ങൾ അതിരിട്ട് വേർതിരിച്ചിരിക്കുന്നു. കൂടാതെ പലയിടത്തും റോഡുകളും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. 2 ക്രഷർ യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പാറയും പാറപ്പൊടിയും മണ്ണും യാതൊരു നിയന്ത്രണവുമില്ലാതെ കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഭൂമി ജലം ശേഖരിച്ചു വയ്ക്കുന്ന വലിയൊരു പ്രദേശമാകെ ഇല്ലാതാവുകയാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രാധാന്യം ഈ ഏരിയ ഇതൊരു വാട്ടർ ടാങ്കാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ശേഖരിച്ച് നമുക്ക് തരുന്നൊരു വാട്ടർ ടാങ്കാണ്. അത് ജനങ്ങളുടെ ഒരു റൈറ്റാണ്. ഇത് ഈ പഞ്ചായത്തിൽ വരുന്നത് പഞ്ചായത്തിൻ്റെ റൈറ്റാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, ഇല്ലേ? അപ്പോൾ അത് ഇത്തരത്തിലുള്ള ചൂഷണത്തോട് പോയി കഴിഞ്ഞാൽ അധികം കഴിയേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ ജനങ്ങൾക്ക് ഇതുകൊണ്ടാകേണ്ടത് പ്രശ്നങ്ങളൊന്ന് പഠിക്കണം. അതൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല. ഇതിലൊരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റോ അങ്ങനെയൊന്നും യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ഒരു വലിയ കുരിശ് കാണാം. അവിടം ക്രമേണ ഒരു ആരാധനാ സ്ഥലമായി മാറാം. പിന്നെയും കയറി ചെല്ലുമ്പോൾ ഒരു ഗണപതി അമ്പലം. ഭക്തജനങ്ങൾ പതിവായി എത്താറില്ലെങ്കിലും ഈ 2 ആരാധന സ്ഥലങ്ങളുടെ നിലനിൽപ്പ് കുന്നിൻ്റെ അത്രയും ഭാഗങ്ങളെ സംരക്ഷിക്കാൻ സഹായമായേക്കും. വിശ്വാസികളുടെ വികാരമായതുകൊണ്ട് അവയെ തൊടാൻ മാഫിയകൾ മടിക്കും. അങ്ങനെ കുന്നിന് കുറച്ചെങ്കിലും രക്ഷയാകും.
നിയമം നടപ്പാക്കേണ്ടവരെല്ലാം അനീതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ മുനിയാട്ടുകുന്നിന് ദൈവങ്ങൾ മാത്രമാവും തുണ.